കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്ന കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ഇനിയും പ്രതീക്ഷ അർപ്പിക്കാമോ? പദ്ധതിയിൽ 84% ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്ന ദുബൈയിലെ ടീകോമിനെ ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. എന്തായിരിക്കും കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ഭാവി? രണ്ടായിരത്തി ദുബൈയിൽ കേരള സർക്കാർ നടത്തിയ നല്ലൊരു നീക്കം. അതായിരുന്നു കൊച്ചി സ്മാർട്ട് സിറ്റി എന്ന സ്വപ്ന പദ്ധതിയുടെ പിറവിക്ക് വഴിയൊരുക്കിയത്. ഒട്ടേറെ വൈതരണികൾ താണ്ടിയാണ് 2016 പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നത്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ദുബൈയിൽ ഇൻ്റർനെറ്റ് സിറ്റി, മീഡിയ സിറ്റി, സ്റ്റുഡിയോ സിറ്റി തുടങ്ങിയ പദ്ധതികളെ നയിക്കുന്ന ടീകോമിനെ ഒഴിവാക്കുന്നതോടെ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിക്ഷേപം നടത്തിയ മലയാളികളും ആശങ്കയിലാണ്. ലീഗൽ ഇന്നൊവേഷൻ സെൻറ്റർ ആരംഭിക്കാൻ മുതൽ മുടക്കിയ നിയമസ്ഥാപനമാണ് മുസ്തഫ അൽമന. എന്തായാലും ഇതൊരു മാറ്റർ ഓഫ് കൺസേൺ ആണ്. ടീകോം ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് കോൺസെപ്റ്റായിരുന്നു. അതാണ് ഞങ്ങൾ ഈ ലീഗൽ ഇന്നൊവേഷൻ സെൻറ്റർ എന്നുള്ള കോൺസെപ്റ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരാനും കൊച്ചിയിലേക്ക് കൊണ്ടുവരാനും തീരുമാനിച്ചത്. 2014-15 ലീഗൽ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാലൊന്നും ആരും അറിയുക തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു സമയത്താണ് ഞങ്ങളത് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അത് സെറ്റപ്പിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അത് കോൺസെപ്റ്റ് വൈസും അതായിരുന്നു ഞങ്ങൾക്ക് സൂട്ടബിൾ. പക്ഷേ സ്മാർട്ട് സിറ്റി വരുന്നെന്ന് പറഞ്ഞപ്പോൾ, അതിൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇറ്റ് വിൽ ബി മോർ സൂട്ടബിൾ ഫോർ കൊച്ചി. അതാണ് ഞങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം. പക്ഷേ അത് ചൂസ് ചെയ്ത് ഞങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇറ്റ് വാസ് പറഞ്ഞതല്ല അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഹ്യൂജ് എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ. അവർ മാറ്റർ ഓൾസോ ഈസ് ഇൻ എ ലീഗൽ ഡിസ്പ്യൂട്ട് നൗ. ടീകോം വാഗ്ദാനം പാലിച്ചില്ല എന്നാണ് അവരെ ഒഴിവാക്കാനായി സംസ്ഥാന സർക്കാർ പറയുന്ന ന്യായം. വാക്ക് പാലിക്കാത്തവരെ ഒഴിവാക്കാൻ എന്തിന് നഷ്ടപരിഹാരമെന്ന് ചോദിക്കുന്നു പ്രതിപക്ഷം. ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നീക്കം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ദുരൂഹമാണ്. ഇത് വിശദമായ യാതൊരു ചർച്ചയും LDF പോലും നടത്തിയിട്ടില്ല, പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തെ ബാധിക്കുന്ന ഗൗരവതരമായ ഈ വിഷയം നിലവിലുള്ള കരാറിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടാണ്. അത് ഇറ്റ് ഈസ് വെരി ടു ഏർലി ടു സേ ദാറ്റ് നമ്മളൊരു ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റാണിത്. ഇപ്പോൾ ഒരു മേജർ ഷെയർ ഹോൾഡർ വിഡ്രോ ചെയ്യുന്നു. അത് അവർ വിഡ്രോ ചെയ്യുന്നതാണോ അതല്ല ഇവർ ഒഴിവാക്കുന്നതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഡിഫൈൻസ് വെദർ എ കോമ്പൻസേഷൻ ഈസ് പേയബിൾ ഓർ നോട്ട്. അവർ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് വിഡ്രോ ചെയ്തു? ടീകോമിനെ ഒഴിവാക്കുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ സത്യത്തിൽ കേരളത്തിലെ IT മേഖലയിലെ യുവതയ്ക്ക് വലിയ പ്രതീക്ഷയായി മാറേണ്ട ഒരു പദ്ധതിയുടെ അകാല ചരമ പ്രഖ്യാപനമാണ് പുറത്തു വരുന്നത്. അത് ആര് നടത്തിയെന്ന ചോദ്യമാണ് ഉയരേണ്ടത്. 2005 നിന്ന് 2024 ഒരു പദ്ധതിയുടെ ആദ്യഘട്ടം പോലും നടപ്പാക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയാതെ പോയി എന്ന ചോദ്യവും ഉയരണം. പക്ഷേ സർക്കാരിനെ വിശ്വസിച്ച് മുതലിറക്കിയവരുടെ താൽപ്പര്യം ആര് സംരക്ഷിക്കും? ഞങ്ങൾ ഓൾറെഡി ലീഗൽ ബാറ്റിലാണുള്ളത്. ആ ലീഗൽ ബാറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വുഡ് ലവ് ടു കണ്ടിന്യൂ ദർ പ്രൊവൈഡഡ് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഇതും വരികയാണെങ്കിൽ. അതല്ലെങ്കിൽ വി ഓൾസോ ഹാവ് ടു ലുക്ക് അറ്റ് സീക്കിംഗ് കോമ്പൻസേഷൻ. ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊന്നും തന്നെ പിന്നീട് പാലിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ടും ഞങ്ങളെ ഒരു 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 ഡിഫിക്കൽട്ട് കോർണറിലേക്ക് കൊണ്ടുപോയിട്ട്, പക്ഷേ ഞങ്ങളതൊരു ലോ ഫേം ആയതുകൊണ്ടും ലോയേഴ്സ് ആയതുകൊണ്ടും വി കുഡ് സെയിൽ ത്രൂ ഇറ്റ് പക്ഷേ സാധാരണ ഒരു ഇൻവെസ്റ്റേഴ്സിന് അതുപോലത്തെ ആളുകൾക്ക് അത് പറ്റില്ലല്ലോ. അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരുടെ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരുടെ ലീഗൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനുള്ള ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൺ ദി ഗവൺമെൻറ് ഓഫ് കേരള. ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകേണ്ട പദ്ധതി അവതാളത്തിലാകുമ്പോൾ പ്രൊഫഷണലിസത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിനുള്ള നമ്മുടെ തന്നെ ഉത്തരം കൂടിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. ഇനി എന്തായിരിക്കും കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ഭാവി? ടീകോമിൻ്റെ their idea was brilliant.
അത് അതേപോലെ നടത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ അവിടെ വരണം. അതല്ലാതെ നമുക്ക് അവിടെ വേറെ ഒരു ഇൻഫോ പാർക്കോ അല്ലെങ്കിൽ വേറെ ഒരു സൈബർ സിറ്റിയോ ഉണ്ടായിട്ട് അതൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ഭരണം വന്ന് അവിടെ വന്നിട്ടുള്ള അവിടുത്തെ സ്റ്റാർട്ടപ്പുകളെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഇതിനാണ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഒരു ആവശ്യമില്ല. ഏതായാലും തലമുറകൾക്ക് ഉപകരിക്കേണ്ട നല്ലൊരു പദ്ധതിയുടെ ചാവടിയന്തരമാണ് സംഭവിക്കുന്നതെങ്കിൽ ദുബൈ ഭരണാധികാരി മുമ്പ് ഉമ്മൻചാണ്ടിയോട് ചോദിച്ച ആ ചോദ്യം ഒന്നുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടാണ് തൊഴിൽ തേടി ഇത്രയേറെ മലയാളികൾ ഗൾഫിലേക്ക് വരേണ്ടി വരുന്നത്? ആ ചോദ്യത്തിന് നമ്മുടെ ഭരണാധികാരികളാണ് മറുപടി പറയേണ്ടതും.